അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം 5 ലോകങ്ങളാണുള്ളത്. ഒന്ന് ആലമുൽ അർവാഹ്, മറ്റൊന്ന് ആലമുൽ അർഹാം, മറ്റൊന്ന് ആലമുദ് ദുനിയ, ആലമുൽ ബർസഖ്, ആലമുൽ ആഖിറ. ഇതിൽ ആലമുദ് ദുനിയയിൽ മാത്രം നമ്മൾ പണിയെടുത്താൽ മതി. എന്നാൽ ബാക്കിയുള്ള എല്ലാ ലോകങ്ങളിൽ നമ്മൾ രക്ഷപ്പെടും. സത്യത്തിൽ നമ്മൾ നമ്മുടെ സമയങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നു. ഹിഫ്ളുൽ ഉംർ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്, മഹാനായ ഇമാം ഇബ്നുൽ ജൗസി തങ്ങളുടെ ഒരു കിതാബ്. അത് വായിച്ചാൽ സമയത്തിൻ്റെ മൂല്യം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചെറിയ കിതാബാണ്, ഗൂഗിളിലൊക്കെ ലഭ്യമാണ് ആ കിതാബ്. അതിലൊരു സംഭവം പറയുന്നുണ്ട്. മഹാനായ ആമിർ ഇബ്നു അബ്ദു ഖൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ, അദ്ദേഹം ആരോടും സംസാരിക്കൂല, സമയം വെറുതെ ഒഴിവാക്കൂല. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, ഖിഫ് ഉകല്ലിമുക, ഒന്ന് നിൽക്കും, ഞാൻ അങ്ങയോടൊന്ന് സംസാരിക്കട്ടെ. ഈ സമയം ആമിർ ഇബ്നു അബ്ദു ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്, അംസികി ശംസ, സൂര്യനെ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഞാൻ എന്നോട് സംസാരിക്കാം. സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കും ചെയ്യുക, ഞാൻ എന്നോട് വെറുതെ സംസാരിക്കും ചെയ്യുക, നടക്കൂല. ഇമാം നവവി റളിയല്ലാഹു അൻഹു തൻ്റെ അടുത്തേക്ക് ആരെങ്കിലും സംസാരിക്കാൻ വേണ്ടി വന്നാൽ കിതാബ് അങ്ങോട്ട് എടുത്തു കൊടുക്കും. ഇങ്ങനെയായിരുന്നു അവരുടെയൊക്കെ ജീവിതം. സത്യത്തിൽ നാം ചെയ്യുന്ന പലതും ഇവിടെ ചെയ്യാനുള്ളതല്ല. മഹാനായ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അജ്ജിൽ അർബഅത അഷ്യ ഇലാ അർബഅതി മവാളീൻ, അജ്ജിൽ അർബഅത അഷ്യായിൻ, 4 കാര്യങ്ങളെ നീ പിന്തിപ്പിച്ചോ, നീ പിന്നീടാക്കിക്കോ, ഇലാ അർബഅതി മവാളീൻ, 4 സ്ഥലങ്ങളിലേക്ക്. അജ്ജിലിൻ നൗമയിൽ ഖബർ, ഉറക്കത്തെ ഖബറിലേക്ക് നീ മാറ്റിവെച്ചോ. വഅജ്ജിലി റാഹത ഇല സിറാത്ത്, സമാധാനത്തെ, ആശ്വാസത്തെ സിറാത്ത് പാലം വിട്ടുകടന്നാലുള്ള ഒരു സമയത്തിലേക്ക് നീ മാറ്റിവെച്ചു. വഅജ്ജിലിൽ ഫഖ്റ, നമ്മുടെ അഭിമാനത്തെ നമ്മൾ മാറ്റിവെക്കണം. ഇലാ യൗമിൽ മീസാൻ, നാളെ നമ്മുടെയൊക്കെ വിചാരണ നടക്കുന്ന ഒരു സമയം, അത് കഴിഞ്ഞാൽ വിജയിച്ചു കൊണ്ടുള്ള ഒരു അഭിമാന സമയം, അവിടേക്ക് നമ്മുടെ അഭിമാനത്തെ മാറ്റിവെക്കണം. വഅജ്ജിലി ശഹ്വാത്തി, നമ്മുടെ ഇച്ഛകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ മാറ്റിവെക്കണം. ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.